ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആൻറ്റിയമ്മി അതുപോലെ തന്നെ സുജുവും സാഗറൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. കൃഷ് ആണെങ്കിലോ കൃപയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറ്റിയമ്മ കേൾക്കുന്നുണ്ട്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, കൺമണി ഇഷ്ടമാണെന്നുള്ളതൊക്കെ അവൾ നിന്ന് കേൾക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സുജുവിനോട് സാഗറിനോട് പറയുന്നുണ്ട്, കൃഷ്ണൻ എങ്ങനെയെങ്കിലും കൺമണി ഇങ്ങോട്ട് കൊണ്ടുവരണം, അത് ഇനി ഒരിക്കലും തന്നെ നടക്കില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പാവം കൃഷ്ണനോട് ചെന്നിട്ട് അനിമ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് അവളോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, എനിക്കാണ് അങ്ങോട്ട് ഇഷ്ടം, അവൾക്ക് ഇങ്ങോട്ടല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇനി നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മാനസയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കൺമണി എത്രയും പെട്ടെന്ന് തന്നെ ആ അലിക്കയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തന്നെ ആപത്താണെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണാണ് അവളെ രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനോടുള്ള ഇഷ്ടം കുറച്ച് കൂടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിക്ക് പനിയൊക്കെയാണ്, അതുകൊണ്ട് അമ്മായിമാർ വന്നിട്ട് അവളെ ചികിത്സിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നെറ്റിയിൽ തുണി നനച്ചിടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ കൺമണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും കൃഷ്ണാറും നീയും ആ കാട്ടിനുള്ളിൽ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്, ഇങ്ങനൊരു പ്രണയം ഞങ്ങൾ കണ്ടിട്ടില്ല, പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്നിൻ്റെ രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൺമണിക്ക് അപ്പോൾ നാണം കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം വരുണിനെ കാണിക്കുന്നുണ്ട്. വരുണാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും കൺമണി എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടും, ഉറപ്പാണ്, മാത്രമല്ല കല്യാണമൊക്കെ ആർഭാടത്തോടുകൂടി കഴിക്കണ്ടേ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല അച്ഛാ, കാരണം ഇതെനിക്ക് ഉറപ്പില്ലാത്തൊരു കല്യാണമാണ്, കല്യാണം കഴിച്ചാൽ തന്നെ എനിക്ക് അവളോടുള്ള ദേഷ്യവും വാശിയും മാത്രം തീർക്കാൻ വേണ്ടി മാത്രമാണ്, എന്തായാലും എൻ്റെ കല്യാണം, രണ്ടാം കല്യാണം നമുക്ക് ആർഭാടത്തോടുകൂടി കഴിക്കാമെന്ന് പറയുന്നു. ഇവളെ ഞാൻ നരകിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ കൺമണിയെക്കുറിച്ച് വരുൺ പറയാട്ടോ. കൺമണിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുൺ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൈസയൊക്കെ കിട്ടിയതിന് ശേഷം തന്നെ ആ ആധാരം തിരിച്ചെടുത്തതും പിന്നെ അവൻ്റെ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചതും ഒക്കെ. എന്തായാലും കൃഷി എന്തായാലും കൺമണിയെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്.